നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിക്ക് വയറുവേദന, പിന്നാലെ ശുചിമുറിയിലേക്ക് പോയി അവിടെ നിന്നും നിലവിളി. അരങ്ങേറിയത് നാടകീയമായ സംഭവവികാസങ്ങൾ. കഠിനമായ വയറുവേദന അനുഭവപ്പെട്ടതോടെ ശുചിമുറിയിൽ പോകുകയും തുടർന്ന് പ്രസവിക്കുകയുമായിരുന്നു പെൺകുട്ടി. കർണാടകയിലാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിനി സ്കൂളിലെ ശുചിമുറിയിൽ പ്രസവിച്ചത്. ഷഹപൂർ താലൂക്കിലെ സ്കൂളിലായിരുന്നു ഈ സംഭവം നടന്നത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഇത്തരത്തിൽ ഉപദ്രവിച്ച 28-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്കൂൾ സമയത്തിനിടെയായിരുന്നു 17-കാരിയായ വിദ്യാർത്ഥിനി ശുചിമുറിയിൽ പ്രസവിച്ചത്. തുടർന്ന് സഹപാഠികൾ വിവരം സ്കൂൾ അധികൃതരോട് പറയുകയായിരുന്നു. അധികൃതർ ഉടൻ തന്നെ വിദ്യാർത്ഥിനിയെയും കുഞ്ഞിനെയും അടുത്തുള്ള പോലീസിലെത്തിച്ചു. പോലീസ് എഫ്ഐആറിൽ പറയുന്നത് ഇപ്രകാരമാണ്: 9 മാസം മുമ്പ് അജ്ഞാത വ്യക്തി വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ഉപദ്രവിച്ചു. ഹോസ്റ്റലിൽ താമസിച്ചു പഠിക്കുകയായിരുന്നു പെൺകുട്ടി. കഠിനമായ വയറുവേദന ഉണ്ടായി. ഇതോടെ ശുചിമുറിയിൽ പോകുകയും തുടർന്ന് പ്രസവിക്കുകയുമായിരുന്നു. തുടർന്നാണ് പ്രതിയെന്ന് സംശയിക്കുന്ന യുവാവിനെ അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമായാൽ കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കുമെന്നും എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചറിയുമെന്നും പോലീസ് വ്യക്തമാക്കി. ഹോസ്റ്റൽ വാർഡൻ, സ്കൂൾ പ്രിൻസിപ്പൽ, വിദ്യാർത്ഥിനിയുടെ സഹോദരൻ, നഴ്സ് എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തിരിക്കുകയാണ്. പെൺകുട്ടി ഗർഭിണിയാണെന്ന വിവരം ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചില്ല എന്ന കാരണത്താലാണ് ഇത്തരത്തിൽ ഈ ഹോസ്റ്റൽ വാർഡൻ, അതുപോലെ തന്നെ സ്കൂൾ പ്രിൻസിപ്പൽ, വിദ്യാർത്ഥിനിയുടെ സഹോദരൻ, നഴ്സ് എന്നിവർക്കെതിരെ കേസെടുത്തത്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നേരത്തെയും അരങ്ങേറിയിട്ടുണ്ട്. ഒരുപാട് സ്കൂൾ വിദ്യാർത്ഥിനികൾ പലരുടെയും ചതിയിൽപ്പെട്ട് ഇത്തരത്തിൽ ലൈംഗികമായി ഉപയോഗിക്കപ്പെടുന്നു. അവർ ഗർഭിണിയാകുന്നു. അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ വരെ ഇത്തരത്തിൽ പ്രസവിക്കുന്ന സംഭവങ്ങൾ ഒരുപാട് അരങ്ങേറുന്നുണ്ട്. അതിന് സ്ഥലകാല ഭേദമില്ല. പലയിടത്തും ഇങ്ങനെ സംഭവങ്ങൾ അരങ്ങേറുന്നു എന്നത് ഏറ്റവും ഭയാനകമായ കാര്യങ്ങൾ തന്നെയാണ്. കുട്ടികൾ എത്രത്തോളം സുരക്ഷിതരാണ്, പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥിനികൾ, അവർ എത്രത്തോളം സുരക്ഷിതരാണ്, ലൈംഗിക ആക്രമണങ്ങളെ ചെറുക്കാൻ അവർക്ക് എത്രത്തോളം കഴിയുന്നു, അല്ലെങ്കിൽ അവർ എത്രത്തോളം വഞ്ചിതരാകുന്നു ഈ കാര്യത്തിൽ എന്നതൊക്കെ ആ ഒരു ഭയാനകതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം. ഇനി നമുക്ക് കണ്ണൂരിലേക്ക് പോകാം. കണ്ണൂരിലെ അലവിലെ ദമ്പതികളുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. കണ്ണൂർ അലവിലെ ദമ്പതികളുടെ മരണം പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. AK ശ്രീലേഖയുടേത് കൊലപാതകമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മന്ത്രി AK ശശീന്ദ്രന്റെ സഹോദരി പുത്രി കൂടിയാണ് AK ശ്രീലേഖ. AK ശ്രീലേഖയും ഭർത്താവ് പ്രേമരാജനുമാണ് ഇവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ പ്രേമരാജൻ ശ്രീലേഖയെ കൊലപ്പെടുത്തിയതാകാം എന്നാണ് സംശയം. തലയ്ക്കേറ്റ അടിയും പൊള്ളലേറ്റതും ശ്രീലേഖയുടെ മരണത്തിന് കാരണമായി. പ്രേമരാജൻ മരിച്ചത് തീപ്പൊള്ളലേറ്റാണ് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ഇവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. കൊലപാതകത്തിന് പിന്നിലെ കാര്യങ്ങൾ എന്താണ്, അതിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. വയോധിക ദമ്പതികളുടെ ഇരട്ട മരണത്തിലെ ദുരൂഹത നീക്കാൻ വളപട്ടണം പോലീസ് ശ്രമിക്കുന്നുണ്ട്. അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും ഉടനെ തന്നെ ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, മൂന്നാമതൊരു വ്യക്തിയുടെ കൈയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ദമ്പതികളുടെ മരണകാരണം എന്തെന്ന് കണ്ടെത്താനുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ഇപ്പോഴത്തെ നിഗമനം ശ്രീലേഖയെ കൊലപ്പെടുത്തിയ ശേഷം പ്രേമരാജൻ ആത്മഹത്യ ചെയ്തു എന്നാണ്. അതങ്ങനെ തന്നെയാണോ? ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്രീലേഖയുടെ മരണം തലക്കേറ്റ അടിയും പൊള്ളലേറ്റതുമാണ്. പ്രേമരാജന്റെ മരണം തീപ്പൊള്ളലേറ്റതാണ്. അപ്പോൾ മറ്റാരെങ്ങളുടെയും കൈ അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തി ഉണ്ടോ, മറ്റൊരു സാന്നിധ്യം അവിടെ ഉണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം പോലീസ് വ്യക്തമാക്കിയത് മറ്റൊരാളുടെ ഒരു സാന്നിധ്യം ഈ കേസിൽ ഇല്ല എന്നാണ്. എന്തായാലും കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഒരു വ്യക്തതയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ദമ്പതികളുടെ മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കും. വെള്ളിയാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ കണ്ണൂർ AKG സ്മാരക സഹകരണ ആശുപത്രി മോർച്ചറിയിലേക്കാണ് മാറ്റിയത്. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഭാര്യയെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച ശേഷം പ്രേമരാജൻ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. ശ്രീലേഖയ്ക്ക് ചുറ്റിക കൊണ്ടുള്ള അടിയേറ്റുവെങ്കിലും മരണം സംഭവിക്കാത്തതിനെ തുടർന്ന് ഇരുവരുടെ ശരീരത്തിൽ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയതായാണ് റിപ്പോർട്ട്. മൃതദേഹങ്ങൾ കണ്ടെത്തിയ കിടപ്പുമുറിയിലെ കട്ടിലിനടിയിൽ നിന്ന് ചുറ്റികയും ബാക്കിയായ മണ്ണെണ്ണയുള്ള കന്നാസും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന പ്രേമരാജൻ കഴിഞ്ഞ കുറേ കാലം കണ്ണൂരിലെ ഒരു ഹോട്ടലിൽ മാനേജറായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ദമ്പതികൾ തമ്മിൽ കുടുംബ പ്രശ്നമില്ലെന്നും അയൽക്കാർ മൊഴി നൽകിയിട്ടുണ്ട്. മക്കൾ 2 പേരും വിദേശത്തായിരുന്നു. ഇവർ ശാന്തമായ കുടുംബജീവിതമാണ് നയിച്ചിരുന്നത്. ഇളയ മകൻ ഷിബിൻ കുടുംബസമേതം നാട്ടിലെത്തുന്ന ദിവസമായിരുന്നു ഇരുവരും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതെന്നാണ് ഈ സംഭവത്തെ സംബന്ധിച്ചുള്ള ഒരു കൂടുതൽ ദുരൂഹമാകുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഷിബിൻ ബഹറിൽ നിന്നും നാട്ടിലെത്തിയത്. ഷിബിനെ വരവേറ്റത് തന്റെ മാതാപിതാക്കളുടെ മരണവാർത്തയായിരുന്നു. ഷിബിനെ കൂട്ടിക്കൊണ്ടുവരാനായി വർഷങ്ങളായി പ്രേമരാജന്റെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന അയൽവാസി സരോഷിനെ നേരത്തെ തന്നെ പ്രേമരാജൻ ഏർപ്പാട് ചെയ്തിരുന്നു.
എന്നിട്ട് ഈ മകൻ എത്തുന്ന ദിവസം 5 മണിയോടെ ഈ സരോഷ് എത്തുന്നു, ഈ വീട്ടിലെത്തുന്നു, വിളിക്കുന്നു, അവർ വാതിൽ തുറക്കുന്നില്ല. തുടർന്ന് നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വളപട്ടണം SHO P വിജേഷിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കേസ് അന്വേഷണം നടക്കുന്നത്. അപ്പോൾ എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ പെരുമാറിയിരുന്ന ദമ്പതികൾ, അവരെപ്പറ്റി കുറ്റം പറയാൻ ആർക്കും ഒന്നുമില്ല. അപ്പോൾ എന്താണ് ഇത്തരത്തിൽ ഇവർക്കിടയിൽ സംഭവിച്ചതെന്ന ചോദ്യമൊക്കെ ബാക്കിയാവുകയാണ്. എപ്പോഴും സൗമ്യമായി പെരുമാറിയിരുന്ന പ്രേമരാജന്റെയും ഭാര്യ ശ്രീലേഖയുടെയും മരണം അത് പ്രദേശവാസികളെ നടുക്കിയിരിക്കുകയാണ്. ഉറ്റവരെയും കുടുംബത്തെയും ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. പെട്ടെന്നുള്ള പ്രകോപനമാണ് പ്രേമരാജൻ ഭാര്യയെ കൊന്ന് ജീവനൊടുക്കാൻ കാരണമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഫോറൻസിക് റിപ്പോർട്ടുകൾ പ്രകാരം ദമ്പതികളുടെ വിരലടയാളം മാത്രമേ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അസ്വാഭാവിക സാഹചര്യമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അതായത് മൂന്നാമതൊരാളുടെ തരത്തിൽ അല്ലെങ്കിൽ മൂന്നാമതൊരാൾ ഉണ്ട് എന്ന് സംശയിക്കത്തക്ക തരത്തിൽ യാതൊന്നും തന്നെ അവിടെ നിന്ന് കണ്ടെത്താനായിട്ടില്ല. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ അലവിലാണ് ഇവരുടെ വീട്. ഈ വീട്ടിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിറ്റി പോലീസ് കമ്മീഷണർ P നിതിൻ രാജ്, ഇൻസ്പെക്ടർ P വിജേഷ്, SI TM വിപിൻ എന്നിവർ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റിന് ശേഷമാണ് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയത്. പോസ്റ്റ്മോർട്ടം നടന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. മരണകാരണവും വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ മറ്റൊരാളുടെ സാന്നിധ്യം കേസിലില്ല എന്ന് പറയുമ്പോൾ തന്നെ പ്രേമരാജൻ തന്നെ ഈ ശ്രീലേഖയെ കൊലപ്പെടുത്തിയതാകാം, എന്നിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാകാം എന്നാണ് നിഗമനം. ഈ ശ്രീലേഖയുടെ തലയുടെ പിൻഭാഗം പൊട്ടി രക്തം വാർന്ന നിലയിലായിരുന്നു. എന്തായാലും വളരെ വലിയൊരു നടക്കുന്ന സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. വിമാനത്താവളത്തിൽ അച്ഛനമ്മമാരെ പ്രതീക്ഷിച്ചെത്തിയ ഷിബിൻ കേട്ടത് അവരുടെ ദാരുണ അന്ത്യത്തിന്റെ വാർത്തയാണ്. ബഹ്റിനിൽ നിന്ന് വൈകിട്ടായിരുന്നു കല്ലാളത്ത് ഷിബിൻ കണ്ണൂരിൽ വിമാനം ഇറങ്ങിയത്. എന്നാൽ ഏറെ വേദനയുണ്ടാക്കുന്ന വിവരവുമായിട്ടാണ് ബന്ധുക്കൾ ഷിബിനെ കാത്തിരുന്നത്.